ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് കോഫിയാണ്. അതിന് നമുക്ക് ആവശ്യം ബ്രൂവിൻ്റെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് കാപ്പിപ്പൊടിയാണോ അത് യൂസ് ചെയ്യാൻ. ലൂസ് മാത്രം ഉപയോഗിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ മിക്സർ, പഞ്ചസാര, കുറച്ച് വെള്ളം, ബൂസ്റ്റ്, പിന്നെ 2 കപ്പ്, പിന്നെ ഐസ്ക്രീം. അപ്പം നമ്മൾ ആദ്യം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഐസ്ക്രീം എടുത്തു വെക്കാത്തത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് അലുത്തു പോവും, അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, ദേ ഇപ്പൊ തന്നെ ഐസ്ക്രീം കൊണ്ട് വെച്ചിട്ട് അലുത്തതാ. പിന്നെ നമുക്ക് മിൽക്ക് വേണം, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. മിൽക്ക് അല്ലേ ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അതാ നമ്മൾ പാല് എടുത്തുകൊണ്ട് വന്നു. പാല് ഒഴിക്കാം. 2 ഗ്ലാസ് എന്ന് പറഞ്ഞത് എനിക്കും എൻ്റെ ചേച്ചിക്കും കൂടി 2 ഗ്ലാസ് വേണം. ഇത് 13-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് അച്ഛൻ തന്നതാണ്. ഇത് മീനുവിൻ്റെ ബർത്ത്ഡേ, മീനു ഇല്ല, എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചിക്ക് കൊടുത്തതാണ്. നമുക്ക് ആദ്യം പാട ആറ്റണം. എന്തിലോട്ടെ ഞാൻ ഉദ്ദേശിച്ചത് അരിക്കണം എന്നാണ്. നമുക്ക് ആദ്യം മിക്സി തുറന്നിട്ട് മിക്സി ഇവിടെ വെക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഉള്ളിൽ ഇടാം. ആദ്യം നമുക്ക് ചായയുടെ ഗ്ലാസ്സാണ്. നമുക്ക് പാല് ഒഴിക്കാം. കെയർഫുൾ ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, എന്തൊന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആദ്യം ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി കൂടെ കുറയ്ക്കാം. നമുക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇത്രയും പോലും പാൽ ആവശ്യമില്ല. നമുക്ക് 1 ഗ്ലാസ് ഇത്രയും പാല് മതി എന്ന് ഈ പാലിടാൻ തുടയ്ക്കാം. അപ്പൊ നമ്മള് അവിടെ മുഴുവൻ തുടച്ചു. ഇനി നമുക്ക് ഈ പാലിലോട്ട് നമുക്ക് ബൂസ്റ്റാണ് ഇടേണ്ടത്. നമ്മുടെ ഏറ്റവും മെയിൻ സാധനം ബൂസ്റ്റാണ്. ബൂസ്റ്റും പഞ്ചസാരയാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി ബൂസ്റ്റ് ഇടാം. നമ്മളപ്പോ ഇങ്ങനെ പതുക്കെ ഇടുവാണ്. ആവശ്യത്തിന് ബൂസ്റ്റ് ഇട്ടാൽ മതി, കൂടരുത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ബൂസ്റ്റ് അല്ലേ, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഒന്ന് കൂടും. അപ്പൊ ബൂസ്റ്റ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇച്ചിരി ബൂസ്റ്റ് എടുത്ത് കുറച്ചുകൂടെ ബൂസ്റ്റ് ഇടണം, കാരണം 2 പേർക്കുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി പഞ്ചസാര കൂടി ഇടാം. എന്നാലേ നമുക്ക് ഇച്ചിരി മധുരം കിട്ടുള്ളൂ. ബൂസ്റ്റിന് അത്രയും മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക്, എനിക്കറിയില്ല, ഞാൻ മധുരം ഇല്ലാതെ ബൂസ്റ്റ് കഴിച്ചിട്ടില്ല പാലില്. അതാണ് ഞാൻ ഇത്രയും ബൂസ്റ്റ് ഇട്ടിട്ട് മധുരം ഇട്ടിട്ടുണ്ട്, പഞ്ചാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ചു. നമുക്ക് അതിൻ്റെ അതിങ്ങനെ അടയ്ക്കാം. മിക്സിയിൽ അടിക്കാൻ അറിയാത്തവര് പാരൻസിനോട് ചോദിച്ചാൽ മതി, അവരടിച്ചു തരും. നമുക്ക് ഇതിങ്ങനെ ഫിറ്റായിട്ട് വെക്കാം. എന്നിട്ട് നമ്മള് കണ്ടോ, ഞാനിപ്പോൾ ഇത്ര അടിച്ചു. പഞ്ചസാര താഴെ വീഴുന്നതാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി അടിക്കാം. വലിയവരോട് ചോദിച്ചാൽ മതി, എനിക്ക് അടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അടിക്കുന്നത്. വലിയവരില്ലാതെ നിങ്ങളിത് ചെയ്യാൻ പാടില്ല. പഞ്ചസാര നന്നായിട്ട് ഇളകണം, അതുവരെ നമ്മൾ ഇങ്ങനെ അടിച്ചു. പഞ്ചസാര നന്നായിട്ട് ഇങ്ങനെ അടിച്ച് നെറ്റായിട്ട് വന്നം. അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പോസ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ ഓട്ടയുണ്ട്. ഞാൻ ഈ അടപ്പ് പോരി കാണിക്കുക. ഇവിടെ ഒരു ചെറിയ ഓട്ടയുണ്ട്, ആ ഓട്ട അടച്ചു പിടിക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ ആണ്, അതുകൊണ്ട് ഞാൻ ബട്ടർഫ്ലൈയുടെ ബ്രാൻഡ് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കുന്നത്. അത് തുറന്നിട്ടും അടിക്കാൻ പാടില്ല, ഈ ഓട്ട അടച്ചു പിടിക്കാനും പാടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ശരിയായിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്നുകൂടെ പഞ്ചാര ടെസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് 2 വിരൽ നോക്കിയിട്ട് അത്യാവശ്യം ടേസ്റ്റൊക്കെ വന്ന് നമുക്ക് തുറക്കാം. ഇപ്പൊ
കണ്ടോ നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. നമുക്ക് ആദ്യമുള്ള പണി ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നതാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ബ്രൂ ഇടണം. 2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ 2 ഗ്ലാസ്സിലോട്ടും ബ്രൂ ഇടണം. ഞാനപ്പോൾ ഇത്തിരി ബ്രൂ എടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ ബൂസ്റ്റിൻ്റെ മിൽക്ക് ഷേക്കാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാതെ വേറെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ ഇത് കിട്ടും. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്രയും കിട്ടുന്നുള്ളൂ. ചെറുതായിട്ട് കട്ട പിടിച്ചതാണ്. ഇത് നമുക്ക് ഇത്രയും മതിയെന്ന് തോന്നണം. ഇത് ഇച്ചിരി വലിയ ഗ്ലാസ്സാണ് എൻ്റെതിൻ്റെ. നിറച്ച് ഇങ്ങനെ വെറുതെ ഈ പരപ്പ് മുഴുവൻ ഇട്ടാൽ മതി. അപ്പം ശരിയാവും. അതിൻ്റെ വരപ്പ് മുഴുവൻ ഇടാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂ തീർന്നു പോകും. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രൂ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് 2 സ്പൂണ് പഞ്ചാര അങ്ങോട്ട് കാച്ചാം. 2 എണ്ണത്തിലോട്ട് ഇടുമ്പോൾ 4 സ്പൂണ് പഞ്ചാര വേണം. എൻ്റെ കയ്യിൽ ഇച്ചിരി കുറവാണ്, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഇട്ടു. എത്തോരം പഞ്ചസാരയും കോഫിയുടെയും ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അത്രയും അനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ബിറ്റ് വാട്ടർ ഇടാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ 2 വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ മിൽക്ക് ഷേക്ക് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഒഴിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ തുറക്കാം. പതുക്കെ വേണം തുറക്കാൻ. നമ്മളിങ്ങനെ പൊക്കി പിടിച്ചൊന്നും തുറക്കരുത്, അപ്പോഴേക്കും തെറിച്ചു. നമ്മൾ ഐസ് ക്യൂബ്സ് ഉള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഉള്ള. അപ്പം ഞാൻ ഇപ്പം ഈ മിൽക്ക് ഷേക്കും ഐസ്ക്രീമുമാണ് ഇട്ടെടുക്കുന്നത്. ഐസ്ക്രീം അലുത്തുവായിരിക്കാൻ വേണ്ടി വെച്ചതാണെന്ന് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞായിരുന്നു. നമുക്ക് ഇത്രയും എടുക്കാം. ഇതുണ്ട്. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇതും പറ്റിയാന്ന് തോന്നുന്നു. ഈ ഞാനിപ്പം മിക്സിക്കകത്ത് അടിച്ചത് ഒഴിച്ച് വെച്ചു. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഐസ്ക്രീം എടുക്കാം.